എൻ്റെ മനസ്സിൽ ദൈവത്തിൻ്റെ ആത്മാവ് തന്ന ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെച്ച് പ്രാർത്ഥിക്കാം. I want to share with you something the Lord put in my heart. അതോടൊപ്പം ഒരു പരിശുദ്ധാത്മാവിന്റെ പകർച്ചയും നിങ്ങളുടെ മേൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ And I പ്രാർത്ഥിക്കുന്നു. also believe that along with it a great impartation of the Spirit will take place. ഡിസംബർ മാസത്തിലാണ് എൻ്റെ പല അനുഭവങ്ങളും ധൈര്യത്തോടെ പറയാൻ എനിക്കൊരു കൺഫർമേഷൻ പരിശുദ്ധാത്മാവ് തന്നത്. It was in December that the Holy Spirit gave me boldness to stand up and speak some things that I carried in my heart with great conviction. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഇനി കാര്യങ്ങൾ അഭിഷേകം തീരുമാനിക്കുമെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. And one of those statements was this: the anointing will determine the course of your life. 15 വർഷം മുമ്പുണ്ടായ അനുഭവമാണ്. It was based on an experience that I had 15 years ago. പക്ഷേ ഞാൻ അത് ഏറ്റവും ധൈര്യത്തോടെ പറയാൻ തുടങ്ങിയത് കഴിഞ്ഞ ഡിസംബറിലാണ്. But it was only in last December that I began to speak about it with great authority. അത് പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ കാര്യങ്ങൾ തിരിയുന്നത് കാണാൻ And the തുടങ്ങി. moment I began to speak about it, I saw how things were turning. അങ്ങനെയാണ് ഡിസംബറിൽ ഞാൻ ആത്മനദി എന്നൊരു വിഷയത്തെക്കുറിച്ച് And പ്രസംഗിച്ചത്. that's when I preached about the river of the Spirit in December. അത് ഡിസംബർ 31 പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ആ പ്രസംഗം അവിടെ കൊണ്ട് തീരുക. And I thought that this message was ending with December 31st, the prayer on that night. പക്ഷേ അതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ചു, But again, as I was praying, കർത്താവേ, അടുത്ത സീസണിൽ നീ എന്താണ് സംസാരിക്കാൻ what do you പോകുന്നത്? want to speak to me about in this new season? അന്ന് ഞാനൊരു പുതിയ കാഴ്ച And കാണുകയായിരുന്നു. that day I saw a new sight. അതൊരു ഞായറാഴ്ച ഇവിടുന്ന് പോയി കഴിഞ്ഞ ശേഷം ഞാൻ ഇച്ചിരി നേരം കിടക്കും. One Sunday, every Sunday after I go from here, I sleep for a little while. ആ കിടക്കുമ്പോൾ ഞാൻ പ്രസംഗിച്ച കാര്യം ഒന്നുകൂടെ കേട്ടുകൊണ്ടാണ് കിടക്കുന്നത്. And when I lie down listening to the message that I preached that ഈ morning. പ്രസംഗം കേട്ടുകൊണ്ട് തന്നെ കിടക്കുകയാണ്. So as I was listening to the message and lying down, പെട്ടെന്നൊരു സ്വപ്നം കാണുകയാണ്. suddenly I saw a dream. ഒരു നദി കാണുന്നു. I saw a river. ഈ നദി ഒരു മാസം പ്രസംഗിച്ച നദിയാണ്. And it's a river which has, ഒരു മാസം നമ്മൾ പ്രസംഗിച്ച it's നദിയാണ്. a river which I preached about for 1 month. ആ നദി മുമ്പോട്ട് ഒഴുകുന്നു. And the river is flowing forward. പെട്ടെന്ന് ആ നദിയിലെ വെള്ളങ്ങളെല്ലാം തീയായി മാറുന്നു. And then I see that the water becomes fire. ആമേൻ. വാവ്. Man, നിങ്ങൾക്ക് ഇതിനെ ദൂതനെ ആമേൻ പറയാമെങ്കിൽ പറയണം. if you want to say amen, you must say ഞാൻ amen. ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു വാക്ക് കേട്ടിട്ടാണ് അന്ന് 4 മണിക്ക് ഞാൻ And എഴുന്നേൽക്കുന്നത്. then I heard a word which I've never heard before, and I woke up at 4 ആ o'clock. വാക്ക് ഇങ്ങനെയായിരുന്നു, ലിക്വിഡ് ഫയർ ഓഫ് ഗോഡ്. And the word I heard was this: liquid fire of God. പരിശുദ്ധാത്മാവിന്റെ ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത ചില പുതിയ ഫോർമേഷനിൽ ആമേൻ ദൈവസഭയിൽ പലരുടെ മേലും ഒരു അഭിഷേകത്തെ ദൈവം അയക്കാൻ പോകും. We are going to see some new expressions of the Holy Spirit which has not been revealed before upon people, upon the church. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം. If you can believe that, believe it. അത് കണ്ടപ്പോഴാണ് And when I saw that, പണ്ടത്തെ ഫയർ വിങ്സിന്റെ ബോർഡ് എടുത്ത് ഇവിടെ കൊണ്ടുവച്ചത്. I brought the old Fire Wings board over here. ആമേൻ. നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം. If you can believe it, believe it. ഇതുവരെ കത്തിയിട്ടില്ലാത്ത പോലൊരു കത്തൽ ദൈവം നിങ്ങളുടെ മേൽ അയക്കും. God is going to send a fire upon you with which you have not burned before. ഇതൊരു പുതിയ സീസണാണ്. This is a new season. ആത്മനദി നിന്നെ ഫലഭൂയിഷ്ടി ഉള്ളതാക്കിയെങ്കിൽ, The Holy Spirit river has made you fruitful. ആമേൻ, ഈ അഗ്നി നദി നിനക്കെതിരെയുള്ള പിശാചിന്റെ പ്രോജക്റ്റുകളെ മുഴുവൻ കരിച്ച്, നിന്റെ കുടുംബത്തിനെതിരെയുള്ള പിശാചിന്റെ പദ്ധതികളെ പൊളിച്ച് നിന്നെ ഒരു ജ്വലിക്കുന്ന തീ കഷണമാക്കി നിർത്തുമെന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനെ സ്വീകരിക്കാം. The river of the Holy Spirit, the fire of the Holy Spirit is going to demolish Satan's projects against you and cause you to rise up in the purposes of God. ബൈബിൾ തുറന്ന് അല്പസമയം അന്യഭാഷയിൽ Can you all pray in tongues for a few moments? ഞാൻ ആവർത്തിക്കുന്നു, ലിക്വിഡ് ഫയറുകൾ ദൈവം നിങ്ങളുടെ മേൽ I അയക്കാൻ want to പോകുന്നു. repeat, liquid fire God is going to send upon you. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ വാക്കുകൾ കേട്ടിട്ടില്ല. I have not heard such words before. ഇതും കേട്ടിട്ടാണ് ഞങ്ങൾ നേരെ കോൺഫറൻസിന് വേണ്ടി അമേരിക്കയിൽ And it ചെല്ലുന്നത്. was after hearing this word that I went to the conference. We went to the conference in the US. കാര്യങ്ങൾ അഭിഷേകം തീരുമാനിക്കുമെന്ന് ഞാൻ പറയുന്നെങ്കിലും എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിലും ലിറ്ററലി അങ്ങനെയുള്ളൊരു ഗ്യാങ്ങിന്റെ നടുവിലേക്കാണ് ഞങ്ങൾ ചെന്ന് വിടുന്നത്. I was talking about the anointing will determine the course of your life. I had that experience. I was preaching about it, but literally I went into a gang which was experiencing that. കുറെ ആത്മഭ്രാന്തന്മാർ. I saw some people who were mad in the spirit. ആശനെ അവിടുത്തെ പാസ്റ്റർ മാത്രമല്ല, Not only the pastor, അവിടുത്തെ അമ്മച്ചിമാരും, even the grandmothers, അവിടുത്തെ പിള്ളേരും, even the children. ദൈവം എന്നോട് പറഞ്ഞു, Amen. നീ ചർച്ചിൽ പോയി പറയണം, ഇതുപോലൊരു തീ അവരുടെ എല്ലാവരുടെ മേൽ കത്താൻ The പോകുകയാണ്. Lord told me, go back to your church and say, such a fire is going to burn in your church. കാണാൻ വന്നവർ കണ്ടുകൊണ്ടിരിക്കട്ടെ. Those who want to see. ഇന്ന് പകൽ ചിലതിന്റെ മേൽ തീ കത്തുമെന്ന് But some upon some, the fire is going to burn. നിന്റെ കാലിലും കയ്യിലും ഒക്കെ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ കരിഞ്ഞു പോകുന്നത് You
You are going to see the bondages on your hands, on your feet being burned out. ചേർന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. Can you all join and give thanks to the Lord? ലിക്വിഡ് ഫയർ. Liquid ഞാൻ fire. അങ്ങനെ വാക്ക് കേട്ടിട്ടില്ല. I have not heard such a word പക്ഷെ before. അങ്ങനെ ഒരു വാക്ക് കേൾക്കുകയാണ്. But I'm hearing this word in the ഈ dream. നദിക്ക് വേറൊരു ഫോർമേഷൻ ഉണ്ടാകാൻ പോകുന്നു. And then the river is going to change its form. നിന്റെ അഭിഷേകത്തിന്റെ ഒരു പുതിയ മുഖം ഉണ്ടാകാൻ The പോകുന്നു. anointing is going to have a new phase in your life. 2008 ഈ ഫയർ വിങ്സ് എന്നുള്ള മീറ്റിങ്ങുകൾ ഞങ്ങൾ തുടങ്ങുമ്പോൾ When we started the Fire Wings meetings in 2007 തുടങ്ങുന്നത്. 2008, we started in 2007. അതിന് അന്നത്തെ ഒരു സ്പിരിച്വൽ ക്ലൈമറ്റിൽ അതൊരു ഡിഫറെന്റ് ആയ മീറ്റിംഗ് ആയിരുന്നു. And in that season, in that spiritual climate, this was a different kind of meeting. അന്ന് വരെ ഞാൻ സംബന്ധിച്ച ഉപവാസ പ്രാർത്ഥനകളുണ്ട്. In those days, there were meetings, fasting prayers I had attended. പക്ഷേ അന്നത്തെ ആ മീറ്റിംഗ് വേറൊരു ഫോർമേഷൻ ആയിരുന്നു. But the meeting was a different form, the Fire Wings meeting. ആളുകൾ തീ കത്തുന്നു. People were set on fire. ആളുകളുടെ മേൽ പല എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു. People are having different experiences. അന്നത്തെ ആ ബഹളവും ചാട്ടവും ഒക്കെ ഇത് എവിടുന്ന് കിട്ടിയതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. So we don't know from where people got this sound, noise, and all this jumping, everything. അവിടുത്തെ പാസ്റ്റർമാരുടെ പ്രസംഗ രീതി, The pastors, the way they began to preach, ആളുകൾ റിസീവ് ചെയ്യുന്ന രീതി, the way people began to receive, അത് ഒരു പുതിയ രീതിയായിരുന്നു. everything was new. ആമേൻ. ഞങ്ങൾ ഈ കോൺഫറൻസിൽ ചെന്നപ്പോൾ But when we went for this conference, ഞങ്ങൾ ഞെട്ടിപ്പോയി. we were stunned. ഇതിന്റെ ഒരു സെയിം ഡിറ്റോ ആണ് അവിടെ നടക്കുന്നത്. We were seeing the same ditto experience over there. അത് 30 വർഷം മുമ്പ് ടൊറന്റോയിൽ നടന്ന ഒരു റിവൈവലിന്റെ 30ാം വാർഷിക മീറ്റിംഗ് ആണത്. It was the 30th anniversary of a revival which started in Toronto in 30 years back. ആ മീറ്റിംഗിന് അവർ ഇട്ടിരിക്കുന്ന പേര് ക്യാച്ച് ദ ഫയർ എന്നാണ്. And the meeting was named like this: Catch the fire. തീയെ പിടിക്കുക. Catch the fire. Amen. ഇന്ന് രാവിലെ ആരോടോ ദൈവാത്മാവ് പറയുന്നു, To someone, God is saying this morning, നിനക്ക് വേണ്ടിയുള്ള തീയെ ഈ ദിവസങ്ങളിൽ നീ പിടിക്കണം. you must catch the fire which is set apart for you. വിശ്വസിക്കാൻ റെഡിയാണോ? How many of you are ready to receive? 2 സെക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കരയുകയോ ഒക്കെ ചെയ്യുകയാണ്. After 2 sessions, I'm crying and I'm sitting over there. ഞങ്ങൾക്ക് അവരെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. We have a desire to meet with പക്ഷെ them, എങ്ങനെ മീറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. but we don't know how we will meet പക്ഷെ them. ശനിയാഴ്ച ഉച്ചയ്ക്ക് But Saturday afternoon, ഒരു സ്പെഷ്യൽ ഇൻവിറ്റേഷൻ കിട്ടി. we got a special invitation. ആ റിവൈവലിന്റെ മുൻനിരയിൽ നിൽക്കുന്ന ലീഡേഴ്സുമായിട്ടൊന്ന് കാണാൻ വേണ്ടി. We got the leaders who were at the forefront of this revival. We got the opportunity to meet them. അപ്പോഴും നമുക്ക് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. But even then, we didn't know how. പക്ഷെ അതൊരു ഭയങ്കര അനുഭവമായിരുന്നു. But that was a great experience. ഒരു 15 വർഷമായിട്ട് ഞാൻ കാണാനിരുന്ന ആളുകൾ ഇരിക്കുന്ന അവരുടെ ഡൈനിങ് ടേബിളിലേക്ക് വിളിച്ചിരുത്തി അവർ ആഹാരം വിളമ്പി. I got the opportunity to see people whom I've been desiring to see for the last 15 years. They invited me to their dining table. They began to serve. Amen. Amen. എൻ്റെ ഫോണിൽ അവരുടെ ഒരു ഫോട്ടോ ഞാൻ എടുക്കാനിരുന്ന സ്ഥാനത്ത് നമ്മുടെ തോളിൽ കൈയിട്ടിട്ട് അവർ ഫോട്ടോ എടുത്ത് അവരുടെ മൊബൈലിൽ നിന്ന് നമുക്ക് സെൻഡ് ചെയ്ത്, whereas I was deciding to take a photo of them on my phone, they put their hands on my shoulder and took a photo on their phone and sent it to me. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറഞ്ഞായിരുന്നു. Before I went from here, the Holy Spirit had told me, ഡിവൈൻ കണക്ഷൻ ഉണ്ടാകാൻ പോകും. you are going to have divine connections. എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ അടുത്തൊരാൾ വന്ന് പറഞ്ഞു, And when I was sitting at the airport, another person came and told me, തീയുടെ മണമുള്ള ചില ആളുകളുമായിട്ട് നീ ഈ ദിവസങ്ങളിൽ കൂട്ടിമുട്ടാൻ you are പോകുക. going to meet with certain people who are on fire. ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു. And I began to share my ഞങ്ങളുടെ experiences. ലൈഫിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. And we said, this is how our life has been. ഞാൻ എൻ്റെ ഈ കാര്യങ്ങൾ അവരോട് പറഞ്ഞു. I shared all this with them. അദ്ദേഹം പറഞ്ഞു, And he told me, ഇതൊരു റിവൈവലിന്റെ DNA ആണ്. he told me this is the DNA of a revival. ഇൻ ക്രൈസ്റ്റിന്റെ മേൽ കിടക്കുന്നത് ഒരു റിവൈവലിന്റെ DNA ആണ്. Upon in Christ is lying a revival DNA. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഇതിനകത്ത് വന്ന് കയറിയെങ്കിൽ അതിന്റെ അർത്ഥം അടുത്ത 5-10 വർഷം കഴിയുമ്പോൾ നീയും നിന്റെ കുടുംബവും മുഴുവൻ വേറൊരു നിലയിലേക്ക് തിരിയുന്ന, knowingly or unknowingly, you may have come over here, but in the next 5 or 10 years, you and your family will experience a totally different change. കാണാൻ ആരും ഇരിക്കണ്ട. Nobody should sit here ഇനി just to watch. അടുത്ത ഒരു സീസണിൽ തീയില്ലാത്ത ഒരുത്തൻ പോലും ഇതിനകത്ത് In കാണത്തില്ല. the next season, there won't be even one person who doesn't have the fire of God. കുഞ്ഞുകുട്ടി ആബാലവൃത്തം സകലത്തിന്റെ മേലും ദൈവത്തിന്റെ തീ കത്തും. Oh, upon everyone over here, from the youngest to the oldest, the fire will burn. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ കണ്ടതുപോലെ പിളർന്നിരിക്കുന്ന അഗ്നി നാവുകൾ നിങ്ങളുടെ തലയ്ക്ക് മീതെ പതിയുന്നത്
മറ്റുള്ളവർ കാണുന്ന ഒരു സീസണിലേക്ക് You are going to enter into a season where you're going to see the tongues of fire that separate and come upon people like an axe of the പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ Even as I speak this word, നിന്റെ ഫ്ലെയിം നിന്റെ മേൽ വീഴുമെന്ന് ദൈവം എന്നോട് പറയാൻ the പറയുന്നു. Holy Spirit wants to tell you that your fire is falling upon you. അല്പസമയം എല്ലാവരും വായ്കൾ തുറന്ന് For ദൈവത്തിന് the നന്ദി next few പറയാം. moments, everyone begin to pray, speak in tongues and pray.